സിൻവാറിന്റെ ശരീരം വിട്ടുകൊടുക്കാതെ കത്തിച്ചു കളയണം. ചില അടയാളങ്ങൾ ഒരിക്കലും ഗസയിലേക്ക് തിരികെ നൽകാൻ പാടില്ല. ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റിൽ ഉയർന്നു കേട്ട ആഹ്വാനമായിരുന്നു ഇത്. ബന്ദിമോചനത്തിന്റെ ഭാഗമായി യഹ്യ സിൻവാറിന്റെ മൃതദേഹം വിട്ടു നൽകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ ഇതിനെ എതിർത്തിരുന്നു. സിൻവാറിന്റെ ശരീരം തിരികെ നൽകിയാൽ ഹമാസിന് അതൊരു പ്രതീകമായി മാറുമെന്നായിരുന്നു അവരുടെ വാദം. അമേരിക്കക്കാർ ബില്ലാദനെ ചുട്ടുകളഞ്ഞതുപോലെ സിൻവാറിന്റെ മൃതദേഹം ദഹിപ്പിക്കണമെന്ന ആവശ്യം ഒരു ഇസ്രായേൽ മന്ത്രി ക്യാബിനറ്റിൽ ഉയർത്തുകയുമുണ്ടായി. വിവാദമായെങ്കിലും പിന്തുണയ്ക്കാനും നിരവധി പേർ രംഗത്തുണ്ടായിരുന്നു. സിൻവാറിന്റെ ബോഡി ഒരു ബാർഗൈനിങ് ചിപ്പായി ഇസ്രായേൽ ഉപയോഗിക്കാനും സാധ്യതയുണ്ട് എന്നാണ് വിവരം. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. യഹ്യ സിൻവാറിന്റെ ശരീരം പോലും ഇസ്രായേലിനൊരു തുറുപ്പു ചീട്ടാണ്. ഇസ്രായേൽ ഗതാഗത മന്ത്രി മിറി റഗേവ് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റിൽ യഹ്യ സിൻവാറിന്റെ ബോഡി ദഹിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തപ്പോൾ എതിർപ്പുകൾ ഉയർന്നിരുന്നു. ജൂത പാരമ്പര്യത്തിൽ ദഹനം സാധാരണമല്ല, എന്നാൽ ശത്രുക്കളുടെ കാര്യമായതിനാൽ അനുവദനീയമാണ് എന്ന നിലപാടിലാണ് ചിലർ. ശരീരം തിരികെ നൽകിയാൽ അത് ഹമാസ് അനുയായികൾക്ക് ഒരു പ്രതീകമായി മാറുമെന്നാണ് മിറി റഗേവ് അവകാശപ്പെടുന്നത്. അമേരിക്കക്കാർ അൽ-ഖ്വയ്ദ നേതാവ് ഒസാമ ബില്ലാദന്റെ മൃതദേഹം കത്തിച്ചതുപോലെ സിൻവാറിന്റെ മൃതദേഹം നശിപ്പിക്കണമെന്ന് തീവ്ര ഓർത്തഡോക്സ് ഇസ്രായേലി റേഡിയോ സ്റ്റേഷനായ കോൾ ബരാമയോട് സംസാരിക്കുമ്പോൾ മന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഈ പ്രസ്താവന തന്നെ തെറ്റാണ്. 2011 പാകിസ്ഥാനിൽ US സേന ബില്ലാദനെ കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ദഹിപ്പിച്ചിരുന്നില്ല, മറിച്ച് കടലിൽ അടക്കം ചെയ്യുകയാണ് ഉണ്ടായതെന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഗേവിന്റെ നിർദ്ദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് എന്നാണ് വിവരം. മിഡിൽ ഈസ്റ്റിന്റെ സ്വഭാവവും പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങളും നമുക്കറിയാം. അതിനാൽ സിൻവാറിന്റെ മൃതദേഹം ഖബറടക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മന്ത്രി പറയുന്നുണ്ട്. യഹ്യ സിൻവാർ രക്തസാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം തിരികെ ലഭിക്കാത്തത് അനുയായികളെ പ്രകോപിപ്പിക്കുമെന്നാണ് ഹമാസ് ഇസ്രായേലിനെ അറിയിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി യഹ്യ സിൻവാറിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിന്റെയും ഭൗതികാവശിഷ്ടങ്ങൾ തിരികെ നൽകുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ ഹമാസ് ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന എത്തുന്നത്. ഒക്ടോബർ 9 ഇസ്രായേൽ ഹമാസിന്റെ ആവശ്യം നിരസിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ യഹ്യ സിൻവാറിന്റെ മൃതദേഹത്തിനരികെ മുതിർന്ന കമാൻഡർമാർ നിൽക്കുന്ന പുതിയൊരു ചിത്രം IDF അടുത്തിടെ പോസ്റ്റ് ചെയ്തിരുന്നു. മുൻ സദേൺ കമാൻഡ് മേധാവി മേജർ ജനറൽ യാരോൺ ഫിംഗൽമാൻ, മുൻ ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് മേധാവി മേജർ ജനറൽ ഒസെഡ് ബാസിയുക്, ഗാസ ഡിവിഷൻ മേധാവി ബ്രിഗേഡിയർ ജനറൽ ബറാഖ് ഹിറാം എന്നിവരായിരുന്നു ചിത്രത്തിൽ കാണാനാവുന്നത്. സിൻവാർ കൊല്ലപ്പെട്ട് ഒരു ദിവസത്തിന് ശേഷം പകർത്തിയ ചിത്രമാണിതെന്നാണ് റിപ്പോർട്ട്. അറ്റുപോയ കൈയിൽ ഒരു കമ്പി കൊണ്ട് കെട്ടി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണ് സിൻവാറിന്റെ ബോഡി ഉള്ളത്. തങ്ങളുടെ ഐക്കോണിക് ചിത്രങ്ങളുടെ ഭാഗമായി IDF പുറത്തിറക്കിയ ഫോട്ടോ ആയിരുന്നു അത്. ഞായറാഴ്ച മുതൽ ടെല്ലവീവിലെ ഇറ്റ്സാക് റാബിൻ സെന്ററിൽ നടക്കുന്ന എക്സിബിഷനിൽ ഇത് പ്രദർശിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ വെടിനിർത്തൽ കാലത്ത് സിൻവാർ കൊല്ലപ്പെട്ട അപ്പാർട്ട്മെന്റ് കാണാനും നിരവധി പേർ എത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ മരണവാർത്ത എത്തിയപ്പോൾ സ്കോർ സെറ്റിൽഡ് എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചതും അതുകൊണ്ട് തന്നെയായിരുന്നു. സിൻവാറിനെ ഇല്ലാതാക്കിയതോടെ ഹമാസിന്റെ വലിയൊരു ഭാഗം തന്നെ തകർത്തുവെന്നായിരുന്നു ഇസ്രായേലിന്റെ വാദം. ഹമാസിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ സിൻവാർ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. 2017 ഗ്രൂപ്പിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട സിൻവാർ ഇസ്മായിൽ ഹനിയയ്ക്ക് പിന്നാലെ ഹമാസിന്റെ നേതാവായി. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരനും ഹമാസിന്റെ തുരങ്കപാതയുടെ ആസൂത്രണവും സിൻവാർ തന്നെയായിരുന്നു. അൽഖസാം ബ്രിഗേഡിന്റെ സൈനിക ഉപകരണങ്ങളും യഹ്യ സിൻവാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു. അടിച്ചമർത്തലും അപമാനവും നേരിട്ട് മരിക്കുന്നതിനേക്കാൾ രക്തസാക്ഷികളായി മരിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. 10,000-ങ്ങൾക്കൊപ്പം ഞങ്ങളും മരിക്കുമെന്ന് പ്രഖ്യാപിച്ച നേതാവായിരുന്നു സിൻവാർ. 2024 ഒക്ടോബർ 16 ഗസയിലെ റഫ പ്രദേശത്ത് IDFന്റെ 828 ബിസ്ലമാച്ച് ബ്രിഗേഡിന്റെ സൈനികർ ഒരു പെട്രോളിംഗ് നടത്തുകയായിരുന്നു. 3 വ്യക്തികൾ കെട്ടിടങ്ങൾക്കിടയിലൂടെ നീങ്ങുന്നത് കണ്ട് അവരവിടെ ആക്രമണം നടത്തി. തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ മുഖം മറച്ച ഒരാൾ ചോരയിട്ട് വീഴുന്ന കൈയുമായി സോഫയിൽ ഇരിക്കുന്നത് കാണാമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഒരു വടി IDF ഡ്രോണിന് നേരെ അയാൾ എറിഞ്ഞു. മരിക്കുന്നതിന്റെ അവസാന നിമിഷം വരെ പോരാടാൻ ഉറച്ച സിൻവാറിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം തന്നെയാണ് പുറത്തുവിട്ടത്. അദ്ദേഹം എറിഞ്ഞ ആ വടി പിന്നീട് സിൻവാർ സ്റ്റിക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. അത് ഒടുങ്ങാത്ത പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറി. സിൻവാറിന്റെ മൃതദേഹം വിട്ടുകൊടുക്കില്ലെന്ന ഇസ്രായേലിന്റെ പിടിവാശിക്ക് പിന്നിലും ഇത് തന്നെയാണ് കാരണം. വളരെ യാദൃശ്ചികമായി ഇസ്രായേലിന് കിട്ടിയതാണ് സിൻവാർ എന്ന ടാർഗറ്റിനെ. DNA പരിശോധനയിലൂടെ കൊല്ലപ്പെട്ടത് സിൻവാർ തന്നെയെന്ന് ഉറപ്പിച്ചു. ശേഷം മൃതദേഹം ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി. നിലവിൽ IDFന്റെ കസ്റ്റഡിയിലാണ് സിൻവാറിന്റെ മൃതദേഹമുള്ളത്. ഇസ്രായേലി ടാങ്കറിനെയും സൈനികരെയും നോക്കി നിൽക്കുന്ന സിൻവാർ രക്തമണിഞ്ഞ കരങ്ങൾ ഓരോന്നും സ്വാതന്ത്ര്യത്തിന്റെ ചുവന്ന കവാടങ്ങൾ തുറക്കുമെന്ന് വിളിച്ചു പറഞ്ഞ് ഇസ്രായേലിനെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടാകണം. എന്നാൽ സിൻവാറിന്റെ ബോഡി വിട്ടുകൊടുക്കില്ല എന്ന പിടിവാശി സമാധാന കരാറിനെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോ തടവിൽ ക്രൂര പീഡനങ്ങൾക്കിരയായി കൊലപ്പെടുത്തിയതോ ആയ 100 കണക്കിന് ഫലസ്തീനിയുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും കൈവശം വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ.